ബാലുശ്ശേരി കോട്ട ഭഗതിയുടെ ക്ഷേത്രം കൊള്ളയടിക്കപ്പെടുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. ബാലുശ്ശേരിയിൽ ഒരു കൊച്ചു പെൺകുട്ടിയെ, പ്രായപൂർത്തിയാവാത്ത 15 വയസ്സ് ഉള്ള ഒരു കൊച്ചു പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ടു. ആ ലൈംഗികമായിട്ടുള്ള ചൂഷണം ചെയ്യലിൻ്റെ ഭാഗമായിട്ട് ആ പെൺകുട്ടി ഗർഭിണിയാവുകയും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പ്രസവത്തിന് വേണ്ടിയിട്ട് അവളെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ആ നിമിഷമാണ് ഇത് വെളിയിൽ അറിഞ്ഞത്. ഒരാളല്ല ആ പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തിട്ടുള്ളത്, പല ആളുകൾ ആ പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു. ഹോസ്പിറ്റലിൽ അവരൊരു പെട്ടി ഓട്ടോറിക്ഷയായിട്ട് അതിന് പോയിട്ടുണ്ടായിരുന്നത്. ആ പെട്ടി ഓട്ടോറിക്ഷയിൽ ഒരു വീടിന് കഴിയാവുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. വാടക വീട്ടിൽ നിന്നും അവരെ പുറത്താക്കിയിരുന്നു. അത് പിന്നീട് ഈ പെട്ടി ഓട്ടോറിക്ഷ ആയിരുന്നു അവരുടെ വീട്. അപ്പം ഹോസ്പിറ്റലിൽ നിന്നും പെൺകുട്ടി പ്രസവിച്ചിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ അവിടെയുള്ള ഒരാളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു. അതിന് വെറും കേവലം 6 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് ആ പെട്ടി ഓട്ടോറിക്ഷയിൽ കയറുന്നു, അതോടൊപ്പം കുടുംബാംഗങ്ങളും. അയാൾക്ക് സംശയം തോന്നിയത് എന്താണെന്നുള്ള കാര്യം. അപ്പോൾ കൂടെ ഉള്ള ആളുകളോട് അയാൾ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അപ്പോഴാണ് ഈ 16 വയസ്സുള്ള പെൺകുട്ടി ലൈംഗികമായിട്ടുള്ള ചൂഷണത്തിന് വിധേയമാവുകയും അതിനെ തുടർന്ന് ഗർഭിണിയാവുകയും കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യേണ്ടി വന്നു എന്നുള്ള വിവരം. ഒന്ന് നോക്കൂ, നമ്മുടെ ചുറ്റുപാട് എന്ന് പറയുന്നത് വളരെ ഭീകരമാണ്. പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ പെൺകുട്ടിയെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തിട്ടുള്ളത് ഒരാളല്ല, പല ആളുകളാണ്. അഭയ കേസിൻ്റെ കാര്യം നമ്മൾ ആരും മറന്നുപോയിട്ടില്ല. സമൂഹത്തിൽ ആരാധനാലയങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രതിനിധിയാണെന്ന് കരുതപ്പെടുന്ന വൈദികൻ പോലും ഈ പെൺകുട്ടിയെ ചൂഷണം ചെയ്തിട്ടുള്ള ആളുകൾ ഒരാളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നോക്കൂ, നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്?